കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ സംഘർഷത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. കട്ടിപ്പാറ സ്വദേശി ഷാബിദിനാണ് ഇന്നലെ രാത്രി ടൗണിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റത്. മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി രമ്യാദാസ് ചെയ്യുന്നുണ്ട്. രമ്യ, ഈ അവസരത്തിൽ പെട്ടെന്ന് ഈ വാർത്ത വായിച്ചപ്പോൾ ഓർമ്മ വന്നത് ഒരു വർഷം മുൻപ് നടന്ന ഒരു കൂട്ടാക്രമണമാണ്. ഒരു കുഞ്ഞിനെ നമുക്ക് നഷ്ടമായി. താമരശ്ശേരിയിൽ തന്നെയായിരുന്നു ആ ആക്രമണവും. ഇപ്പോഴും ഈ താമരശ്ശേരിയിൽ കൂട്ടാക്രമണത്തിനൊന്നും ഒരു കുറവുമില്ലെന്നാണല്ലോ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ പുതിയ സംഭവം, ഈ കട്ടിപ്പാറയുടെ സംഘർഷത്തിന്റെ കാരണം എന്താണ്? ഈ യുവാവിന് പരിക്കേറ്റ യുവാവിന്റെ ആരോഗ്യനില എങ്ങനെയാണ് രമ്യ തുടരുന്നത്? അശ്വതി, ഇന്നലെ രാത്രിയായിരുന്നു ഈ താമരശ്ശേരിയിലെ കട്ടിപ്പാറ ടൗണിൽ വെച്ച് ഈ ഷൈൽ ആബിദിനെ മർദ്ദനമേൽക്കുന്നത്. ഈ താമരശ്ശേരി ചിന്തം സ്വദേശികളായ ഹമീദ്, അതുപോലെ തന്നെ കണ്ണൂർ തവങ്കര സ്വദേശിയായിട്ടുള്ള ഷിജിൽ സൂരജ്, കൂടാതെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഇയാളെ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൽ ഗുരുതരമായി തന്നെ ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദനത്തിലെ കാര്യം എന്ന് പറയുന്നത് പോലീസ് മുൻവൈരാഗ്യം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സമാനമായി തന്നെ ഈ സൂരജും അതുപോലെ തന്നെ ഈ ഷാബിദും മുൻപ് ഉണ്ടായിരുന്ന വാക്കുതർക്കത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത് എന്നാണ് പോലീസ് ഭാഷ്യമുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ മർദ്ദനത്തിന്, അതായത് മുൻവൈരാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് വിഷയം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട്. ഇനിയും നിലവിൽ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം വലിയ തോതിൽ തന്നെ അടിയും അതുപോലെ തന്നെ തലയ്ക്കും നെഞ്ചത്തും എല്ലാം തന്നെ ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദനം, മുൻവൈരാഗ്യം എന്ന് പറയുമ്പോഴും അത്തരം കാര്യങ്ങളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി രമ്യ, എന്തായാലും യുവാക്കൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് താമരശ്ശേരിയിൽ ഇന്നും ഇന്നലെയും അല്ല, ഇതൊരു പതിവായി തുടരുകയാണ്. എന്ത് നടപടികളാണ് അവിടെ? രാത്രികാല പട്രോളിങ്ങോ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്കറിയാം, ഒരു വർഷം മുൻപെയാണ് അവിടെ ഷഹബാസ് എന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ നമുക്ക് നഷ്ടമായത്. അത് കുട്ടികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. അതിനുശേഷവും ഇവിടെയൊന്നും കൃത്യമായ രീതിയിൽ പട്രോളിങ്ങോ പോലീസിന്റെ കൃത്യമായ സംവിധാനങ്ങളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രമ്യ? തീർച്ചയായും. പക്ഷേ കാരണം ഇത്തരം സംഘടനകളും സംഘർഷങ്ങളും താമരശ്ശേരി മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് അവസാനമായി വന്ന ഇത്തരത്തിലൊരു വാർത്തയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറയിലെ ഈ സംഘടനം. ഇതിനു മുൻപ് പലതരത്തിൽ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഷഹബാസിന്റെ കാര്യം നമുക്കറിയാം, വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനമായിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ കർശനമായ ഒരു പെട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ വീണ്ടും ആവർത്തിക്കുന്നതും തെളിയിക്കും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. സ്വാഭാവികമായിട്ടും ലഹരിയുടെ ഉപയോഗമുണ്ട്. അത്തരത്തിൽ മറ്റു പ്രശ്നങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നു എന്നൊരു വസ്തു കൂടി നമുക്ക് മുൻകൂട്ടി കാണേണ്ടി വരും. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഈ ഒരു സംഘടനത്തിനുള്ള കാരണം കൂടി നമുക്ക് വെളിവാകേണ്ടത് മുൻവൈരാഗ്യം എന്ന് പറയുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള തർക്കമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇത് വരും മണിക്കൂറുകളിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അശ്വതി കരുതുന്നത്. വൈരാഗ്യമാണ് ഇതിന് പിന്നിലെ കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ കൂട്ടാക്രമണമൊന്നും നമുക്ക് ന്യായീകരിക്കാൻ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പ്രത്യേകിച്ച് നേരത്തെ അച്ഛന് പറഞ്ഞ പോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. സ്കൂളിൽ കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നു, ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വേണ്ടപ്പെട്ടവർ പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടലുണ്ട്. അതായത് കൃത്യമായ ഒരു നിബന്ധനയുണ്ട്, ഒരു നിയമമുണ്ട്. രാത്രികാല പട്രോളിംഗ് നിർബന്ധമാക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള താമരശ്ശേരിയിലൊക്കെ എത്ര സംഘർഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ആ ഒരു പട്രോളിംഗ് നിർബന്ധമാക്കിയേ മതിയാകൂ. KP അതിനെയാണ് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഏതായാലും മറ്റൊരു പ്രതീക്ഷയില്ലല്ലോ. അത് പറയുമ്പോ ഭയങ്കര നിരാശനായിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാകില്ല. കോഴിക്കോടല്ലേ? അല്ല, കാസർഗോഡ്. അതിന് കോഴിക്കോടിനെയും കാസർഗോഡിനെയും കുറ്റം പറയണ്ട. നമ്മുടെയൊക്കെ മലയാളികളല്ലേ, ഭാരതീയരല്ലേ. പക്ഷെ നല്ല കുറെ ആൾക്കാർ അധികവും ആ ഭാഗത്താണെന്ന് മാത്രം. അങ്ങനെ തെക്കോട്ടാട്ടോ നല്ല ആൾക്കാർ. തെക്ക് നല്ല ആൾക്കാരുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ആ പഴഞ്ചൊല്ല് ഇറങ്ങിയത്. തെക്കനെ കണ്ടാലും മൂർഖനെ കണ്ടാലും തല്ലിക്കൊല്ലണം. അതായത് തെക്കന്മാരുടെ നല്ല സ്വഭാവം കണ്ടിട്ട് ആദ്യം തല്ലിക്കൊല്ലുന്നത് തെക്കനെയാണെന്നാണ്. അതെന്തുകൊണ്ടാണ്? തെക്ക് നല്ല ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെന്നേ അതിനുശേഷം ഇറക്കിയ ഒരു പഴഞ്ചൊല്ലാണ്. അങ്ങനെ തെക്കന്മാർ വ്യാഖ്യാനിക്കാം. അതെ.